എന്റെ അപ്പയെ കൊല്ലാൻ നീ കളിച്ച നാറിയ കളി ഞാൻ അറിഞ്ഞിട്ട് നിന്നെ വെറുതെ വിട്ടത് എനിക്ക് മറ്റു ചില ഉദ്ദേശങ്ങളുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. നിന്റെ ആയുസ് ഞാൻ ഇത്തിരി കാലം കൂടി നീട്ടിത്തരാന്ന് വെച്ചപ്പോ നീ എന്റെ കുടുംബത്ത് കയറി കളിക്കാൻ തുടങ്ങിയല്ലേടാ പരമച്ചേറ്റെ. അതീവ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ആദത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പരമേശ്വര റെഡ്ഡിയാർ ഭയന്നു. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. ഒരിക്കൽ ആദത്തിന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത്. അതിന്റെ ഫലമായി മാസങ്ങളോളം ICU റൂമിൽ കഴിഞ്ഞത് പരമേശ്വര റെഡ്ഡിയാരുടെ മനസ്സിലേക്ക് ഓടി വന്നു. എന്നെ ശത്രുവാക്കുന്നതായിരിക്കും നീ ഈ ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പിഴ. പരമേശ്വര റെഡ്ഡിയാർക്കും പ്രണവിനും ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആദം അവന്റെ പിസ്റ്റലിലെ ബുള്ളറ്റുകൾ അവർക്ക് നേരെ വർഷിച്ചു. കണ്ണടച്ചു തുറക്കും മുമ്പ് തന്നെ ബുള്ളറ്റുകൾ പരമേശ്വര റെഡ്ഡിയാരുടെയും പ്രണവിന്റെയും നെഞ്ചു തുളച്ചു കയറി കഴിഞ്ഞിരുന്നു. തന്റെ കൺമുന്നിൽ ഒരിറ്റു ജീവന് വേണ്ടി പിടയുന്ന ശത്രുക്കളെ നിർവികാരതയോടെ ആദവും ആര്യനും നോക്കി നിന്നു. പിന്നീട് ഒട്ടും സമയം കളയാതെ ആദം വീണു കിടക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് പരമേശ്വര റെഡ്ഡിയാരുടെ ബുള്ളറ്റ് കയറിയ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു മരണമായിരുന്നില്ല ഞാൻ നിനക്കായി കരുതി വെച്ചിരുന്നത്. പക്ഷേ നീയും നിന്റെ ഈ മകനും ഭാഗ്യവന്മാരായിപ്പോയി. അതാ അധികം വേദനയേറിയാതെ മരിക്കാനുള്ള യോഗം നിനക്കൊക്കെ ഉണ്ടായത്. ഇനിയും നിനക്കൊരവകാശം ഇല്ലേ? മരിക്കുന്നതിന് മുമ്പ് അവനെ കാണാൻ സാധിക്കുമെങ്കിൽ അവനോട് പറയണം, ആദത്തിന്റെ ശത്രുക്കളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ ശ്രമിക്കരുതെന്ന്. ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടാൻ. അല്ലാതെ അപ്പന്റെയും അനുജന്റെയും മരണത്തിന് പ്രതികാരം വീട്ടാൻ വന്നാൽ. ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് ആദവും ആര്യനും അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നിന്ന് ആദം പറയുന്നത്, എന്ന് കരുതി ഞാൻ അവനെ വെറുതെ വിട്ടെന്നൊന്നും കരുതണ്ട. എന്റെ അപ്പയെ കൊല്ലാൻ നോക്കിയതിന് അവനും വലിയൊരു പങ്കുണ്ടെന്ന് എനിക്കറിയാം. സോ തനിക്ക് കരുതി വെച്ചിരിക്കുന്ന ചായയും വടയും ഞാൻ അവന് കൊടുത്തോളാം. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്നെ പോലൊരാളെ ശത്രുവാക്കിയതിൽ അവൻ പശ്ചാത്തപിക്കും. ഷുവർ. എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ആദം അവിടെ നിന്നും പോകുന്നു. വാലുപോലെ പിന്നാലെ ആര്യനും ഉണ്ടായിരുന്നു. ശ്മശാന തുല്യമായ വീട്ടിലേക്ക് കയറി വരുന്ന പവിത്രൻ കണ്ടു ജീവനറ്റ് കിടക്കുന്ന പ്രണവിനെയും ജീവന് വേണ്ടി കേഴുന്ന പരമേശ്വരനെയും. ഓടി വന്ന പരമേശ്വരനെ തന്റെ മടിയിലേക്ക് കിടത്തിക്കൊണ്ട് പവിത്രൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഉണ്ടായേ? ഞാൻ എന്റെ കണ്ണ്, എന്റെ അനിയൻ, കണ്ണ് തുറക്കപ്പാ. കണ്ണുനീർ വാർത്തുകൊണ്ട് പരമേശ്വര റെഡ്ഡിയാരുടെ തലയിൽ തലോടിക്കൊണ്ട് പവിത്രൻ പറഞ്ഞതും മെല്ലെ കണ്ണ് പാതി തുറന്നു പിടിച്ചു. പരമേശ്വര റെഡ്ഡിയാർ പവിത്രനെ നോക്കിക്കൊണ്ട്, മോനെ, ഇത് അവനാ, അവൻ ആ സാത്താൻ ആദം. വെറുതെ വിടരുത്. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പരമേശ്വര റെഡ്ഡിയാർ പരലോകം പറ്റി. ആദം, വിടില്ലടാ ഞാൻ നിന്നെ. പവിത്രന്റെ അലറൽ ആ വീടിനുള്ളിൽ പ്രതിധ്വനിക്കും വിധം മുഴങ്ങിക്കേറ്റുകൊണ്ടേയിരുന്നു. ഇതേ സമയം ആദം മാൻഷനിൽ
സിംഹാസന തുല്യമായ ആദം മാൻഷനിലെ സോഫയിൽ കയ്യിൽ ലാപ്ടോപ്പും ഏന്തിയിരിക്കുകയായിരുന്നു അവൻ. ലാപ്ടോപ്പിനുള്ളിലെ ദൃശ്യങ്ങൾ കണ്ട് കൈമുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കിയിരിക്കുകയായിരുന്നു ആദം. അവന് മുന്നിലേക്ക് ആര്യനും 2 ബോഡി ഗാർഡ്സും കൂടെ വന്നു നിന്നു. ബോസ്, താങ്കൾ സംശയിച്ചത് ശരി തന്നെയായിരുന്നു. ഒരാളുടെ സഹായം കൊണ്ട് മാത്രമല്ല ജിയ മാഡം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഒന്നിലധികം ആൾക്കാര് മാഡത്തെ സഹായിക്കാനുണ്ടായിരുന്നു. ആര്യനൊപ്പം വന്നവരിൽ ഒരു ബോഡി ഗാർഡ് അത് പറഞ്ഞതും ആദത്തിന്റെ കണ്ണുകൾ ലാപ്ടോപ്പിലെ ദൃശ്യങ്ങളിലേക്ക് പതിഞ്ഞു. അതിൽ അവൻ കാണുന്നുണ്ടായിരുന്നു, ബോഡി ഗാർഡായി ഇവിടെ അഭിനയിച്ചു കൊണ്ടിരുന്നവരിൽ ഒരാൾ ജിയുടെ കൈ പിടിച്ച് മറഞ്ഞ് ഓരോ സ്ഥലത്തായി നിൽക്കുന്നതും. ഇതേ സമയം മറ്റു ബോഡി ഗാർഡ്സായി അഭിനയിച്ചിരുന്ന 3 പേർ മാൻഷനിൽ സത്യസന്ധമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റു ബോഡി ഗാർഡ്സുകളെ വഴി തിരിച്ചുവിടും വിധം ഓരോ സ്ഥലത്തേക്കായി പറഞ്ഞു വിടുന്നതും, വഴി ക്ലിയർ ചെയ്തു കൊടുത്ത പോലെ ജിയെയും കൂട്ടിക്കൊണ്ട് വ്യാജനായ ബോഡി ഗാർഡ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതും ആദത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെല്ലാം ദൂരെയുള്ള ക്യാമറ കണ്ണുകൾ പകർത്തിയിരുന്നത് വ്യാജന്മാരായ ബോഡി ഗാർഡ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അവർ ഗേറ്റിനും വഴിപാതയ്ക്കും സമീപത്തുള്ള ക്യാമറകൾ മാത്രമായിരുന്നു ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. ഇതേ സമയം മറ്റൊരിടത്ത് ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമായ മുറിയിൽ സ്ട്രക്ചറിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ജിയ. ജിയയുടെ മുഖത്തും കയ്യിലുമൊക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഘടിപ്പിച്ചിരുന്നു. പെട്ടെന്നാണ് 2 ജോഡി കാലടി ശബ്ദങ്ങൾ ജിയയുടെ അരികിലേക്ക് വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, വിരാജ് പാട്ടേയും പിന്നെ ജിയെ ഓപ്പറേറ്റ് ചെയ്ത ആ ഡോക്ടറും. ബോധമറ്റ് കിടക്കുന്ന ജിയുടെ അരികിലേക്ക് ഇരുവരും വന്നു നിന്നു. ജിയുടെ ബാഹ്യ സൗന്ദര്യത്തിൽ മയങ്ങിയ വിരാജ് സ്വയം മറന്ന് അവളെ അടിമുടി നോക്കി നിൽക്കവെയാണ് ഡോക്ടറുടെ ശബ്ദം അവിടെ ഉയർന്നത്. അവളുടെ വലതു കൈത്തണ്ടയിൽ കെട്ടിവെച്ചിരിക്കുന്ന മുറിപ്പാടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു തുടങ്ങി. ഈ കാണുന്ന റൈറ്റ് ആമിലാണ് ഞാൻ സാറ് തന്ന ആ ചീപ്പ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതൊരിക്കലും പുറത്തേക്ക് വരില്ല. പിന്നെ സ്റ്റിച്ച് ഒന്ന് ഉണങ്ങാൻ വേണ്ടി മാത്രം മെഡിസിൻ അപ്ലൈ ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ട്. മിക്കവാറും വേണമെങ്കിൽ ആ കുട്ടി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ബാൻഡ് ഒന്ന് അഴിച്ചു കളയാവുന്നതേ ഉള്ളൂ. വേണമെന്നില്ല, കെട്ടിവെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഉണർന്നു കഴിയുമ്പോൾ അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ എന്താന്ന് വെച്ചാൽ സാറിന് ചെയ്യാം. ഡോക്ടറിന്റെ വാക്കുകൾ കേൾക്കവേ മറുപടി എന്ന വണ്ണം പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് വിരാജ് പറഞ്ഞു. ഞാനോ? ഈ കുട്ടി എന്നെ ഒരിക്കലും കാണാനേ പോകുന്നില്ല. എനിവേസ്, താങ്ക് യു ഡോക്ടർ. എനിക്ക് വലിയൊരു സഹായമാണ് ഡോക്ടർ ചെയ്തു തന്നത്. അതിന്റെ പ്രത്യുപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ബാക്കി ബാലൻസ് കൂടെ ഡോക്ടറിന്റെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കും. താങ്ക് യു സോ മച്ച്. ഇരുവരും ഹസ്തദാനം നടത്തിയതിനു ശേഷം ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം ജിയെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു വിരാജ്. വിരാജിന്റെ അടുത്തേക്ക് വിരാജിന്റെ വിശ്വസ്തനായ ഒരുത്തൻ കടന്നു വരുന്നു. ബോസ്, ഈ കുട്ടിക്ക് പോകാനുള്ള വാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതിനെ വാനിലേക്ക് കയറ്റുന്നോ അതോ ബോധം വന്നിട്ട് മതിയോ? ഇരു പോക്കറ്റുകളിലും കൈയിട്ടുകൊണ്ട് സ്ട്രക്ചറിൽ കിടക്കുന്ന ജിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കവെയാണ് വിശ്വസ്തനായ ആ ആളുടെ വാക്കുകൾ കേട്ട് വിരാജ് തല ചരിച്ചു നോക്കുന്നത്. ശേഷം വീണ്ടും ജിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിന്നെപ്പോലൊരു സർപ്പ സൗന്ദര്യത്തെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ വന്ന പെൺകുട്ടികളെ ആരെയും രുചിച്ച് നോക്കാതെ ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. സോറി ബേബി. വിടാനൊട്ടും താല്പര്യമുണ്ടായത് കൊണ്ടല്ല. നീ പോയാൽ മാത്രമേ എൻ്റെ പ്ലാനുകൾ വർക്കൗട്ട് ആവുകയുള്ളൂ. മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചേരും. എത്തിക്കും ഞാൻ. തൽക്കാലം ഗുഡ് ബൈ. ജിയുടെ നെറുകയിൽ അമർത്തിയൊന്ന് ചുംബിച്ചതിന് ശേഷം അവൻ തലയുയർത്തി ആ വിശ്വസ്തനായ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വാനിലേക്ക് കയറ്റിക്കും. അവൾക്ക് ബോധം തെളിയാറായി എന്ന് തോന്നിയാൽ മാത്രം മാൻഷന് മുന്നിൽ ഉപേക്ഷിച്ചു പോരുക. ഇതേ സമയം ആദം മാൻഷനിൽ വളരെ ടെൻഷനോട് കൂടി ഇരിക്കുകയായിരുന്നു ട്രേസിയും ആലീസും.
അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. ജിയെ കാണാത്ത ടെൻഷൻ ഒരു വശത്താണെങ്കിൽ, ജി കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ ആദം എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളതോർത്ത് മറ്റൊരു ടെൻഷനും ഇരുവരുടെയും ഇടയിലുണ്ടായിരുന്നു. കർത്താവേ, അവളെ രക്ഷപ്പെട്ടതാണെങ്കിൽ ഒരിക്കലും ആദം സാറിന്റെ കൈ വന്ന് പേടല്ലേ. കാത്തോളെ, നിനക്ക് ഞാനൊരു 100 കൂടും മെഴുകുതിരി കത്തിച്ചേക്കാം. മുകളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആലീസിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണുനീർ തുടച്ച് ട്രീസ പറഞ്ഞു, അവളെ ചിലപ്പോൾ രക്ഷപ്പെട്ടതാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ആയാൽ മതിയായിരുന്നു. ചിലപ്പോ അങ്ങനെ അല്ലെങ്കിൽ അവൾ ആരായിരിക്കും കൊണ്ടുപോയിരിക്കുക? ഇവിടെ നിന്ന് എന്തായാലും അവൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാ അവള് പുറത്തു പോയത്? ഓർത്തിട്ട് എനിക്ക് അങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ അതിനെ കിട്ടിയാലും ടെൻഷനാ, കിട്ടാഞ്ഞിട്ടും ടെൻഷനാ. സാമൂലിന്റെ റൂമിനുള്ളിലിരുന്ന് പറയുന്ന ഇരുവരുടെയും വാക്കുകൾ സാമൂലും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതികരിക്കാനാവാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് സാമൂല കിടക്കയിൽ തന്നെ കിടന്നു. ഇതേ സമയം ആദം മാൻഷനിലെ ഹോളിൽ ആ വലിയ സോഫയിൽ കാലും മേൽക്കാലം കയറ്റി വെച്ച് അതീവ ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന ആദത്തിന്റെ അടുത്തേക്ക് ബോഡി ഗാർഡ്സിൽ ഒരാൾ വന്നു. സാർ പറഞ്ഞ ഇടങ്ങളിലേക്കെല്ലാം നമ്മുടെ ആൾക്കാരെ വിട്ടിരുന്നു. പക്ഷേ അവിടെയൊന്നും ജിയ ഡോക്ടറിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇതേ സമയം ആര്യൻ പുറത്തു നിന്നും അകത്തേക്ക് അതീവ ധൃതിയിൽ ഓടി വന്നുകൊണ്ട് ആദത്തിനരികിലായി നിന്നു. സാറ് സംശയിച്ചത് വളരെ ശരിയാ. വിരാജ് ഭാടിയ നാട്ടിൽ തന്നെയുണ്ട്. പിന്നെ അലീസ, അവരുടെ പേരിന്റെ ഭാഗത്ത് നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് റൗണ്ട് കിട്ടിയതാ. പക്ഷെ അവിടെ മുഴുവൻ അടച്ചു കിടക്കുക. അവിടെ ആരുമില്ല. എനിക്ക് തോന്നുന്നു ഈ വിരാജും ലിസയും കൂടി ചേർന്നായിരിക്കും ജിയെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. ആര്യന്റെ വാക്കുകൾ കേൾക്കവേ താൻ ഊഹിച്ചത് ശരിയാണെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ആദം ആര്യനോട് പറഞ്ഞു തുടങ്ങി. അവളും അവളുടെ ന്യൂ ബോൺ ബോയ് ഫ്രണ്ടും ആയിരിക്കും ഈ ഗെയിമിന് പിന്നിലെന്ന് ഞാൻ ഊഹിച്ചത് വളരെ ശരി തന്നെയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട. അവളും മണത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കും. അല്ലാത്ത പക്ഷം. അവൻ എന്തോ കൂടി പറയാൻ തുനിയവെയാണ് പെട്ടെന്ന് തന്നെ പുറത്തു നിന്നൊരു ബോഡി ഗാർഡ് അതീവ ധൃതിയിൽ അകത്തേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നത്. ജിയ ഡോക്ടർ ബോധമില്ലാതെ ഗേറ്റിന് മുന്നിൽ കിടപ്പുണ്ട്. ബോഡി ഗാർഡ്സ് എടുത്തോണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് എന്തോ താൻ ഊഹിച്ചത് ശരിയാണെന്ന അർത്ഥത്തിൽ ഉച്ചത്തോടുകൂടി ആദം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ തള്ളയ്ക്ക് മാത്രമല്ല, അവരുടെ ന്യൂ ബോൺ ബോയ് ഫ്രണ്ടിനും ഒരേ സ്വഭാവമാണെന്ന് തോന്നുന്നല്ലോ ആര്യൻ. ഞാൻ ഊഹിച്ചത് എന്താണോ അതാണ് അവര് ചെയ്തത്. ജിയെ കിട്ടിയെന്നറിഞ്ഞ് പുറത്തേക്ക് ഓടാൻ നിൽക്കവെയാണ് ആര്യൻ ആദത്തിന്റെ വാക്കുകൾ കേട്ട് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്ന് പോയത്. പെട്ടെന്ന് തന്നെ സംശയത്തോടുകൂടി തിരിഞ്ഞു നിന്നുകൊണ്ട് ആര്യൻ ചോദിച്ചു. സാർ, അതെന്താ അങ്ങനെ പറഞ്ഞത്? പെട്ടെന്ന് തന്നെ ആര്യന്റെ മുഖത്തേക്ക് നോക്കി ആദം പറഞ്ഞു തുടങ്ങി. അവർക്ക് ഇതുവരെ ജിയെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല ആര്യൻ. അതുകൊണ്ട് മാത്രം ജിയെ അവര് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കുന്നത്. പിന്നെ എന്തിനാ തട്ടിക്കൊണ്ടുപോയത്? സംശയത്തോടുകൂടി ആര്യൻ ചോദിച്ചു. അത് ജി എന്നൊരു പെൺകുട്ടിയെ ഈ മാൻഷനിൽ കയറ്റി താമസിപ്പിച്ചത് കൊണ്ടുള്ള ഡൗട്ട്സ്. ഇത്രയും നാളായിട്ടും ഇതാദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അനുഭവം അവർക്ക്. അപ്പോ ഇനി എന്റെ കാമുകിയാണോ ഭാര്യയാണോ എന്നുള്ള സംശയം എന്റെ തള്ളയ്ക്കും തള്ളയുടെ ന്യൂ ബോൺ ബോയ് ഫ്രണ്ടിനും ഉണ്ടാകും. അവളെ അന്വേഷിച്ച് നമ്മൾ ചെല്ലുന്നില്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ മനഃപൂർവ്വം നമുക്കായിട്ട് ഇട്ട് തന്നിരിക്കുക ജിയെ. ഇനി അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ ജിയെ നമ്മുടെ കൈകളിൽ തന്നെ കിട്ടണം. ആദം പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാതെ തലചൊറിഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ തന്നെ നിന്നു. ഇതേ സമയം മറ്റ് ബോഡി ഗാർഡ്സുകൾ ജിയെ താങ്ങിക്കൊണ്ട് ആദം മനുഷ്യനുള്ളിലേക്ക് കയറി ആ വലിയ സോഫയിലേക്ക് കിടത്തി.
ബോധമില്ലാതെ തളർന്ന അവശയായി കിടക്കുന്ന ജിയെ ആദം മെല്ലെ നോക്കി നിന്നു. അവന്റെ ഉള്ളിലേക്ക് അവൻ പോലും അറിയാതെ മറ്റു പല വികാരങ്ങളും ഓടിക്കൊന്നുകൊണ്ടേയിരുന്നു. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ ആദം ജിയെ നോക്കി നിൽക്കവെയാണ് ഉടനെ തന്നെ ആര്യൻ ജിയയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ മുഖത്ത് തട്ടിക്കൊണ്ട് ജിയെ ഉണർത്താൻ ശ്രമിച്ചത്. ജിയ, വേക്കപ്പ് വേക്കപ്പ് ജിയ. ജിയ കേൾക്കുന്നുണ്ടോ? ആലീസേ, എടോ വേഗം ചെന്ന് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അറിയും. കരഞ്ഞുകൊണ്ടിരുന്ന ആലീസ് കണ്ണുനീർ തുടച്ചുകൊണ്ട് ആര്യന്റെ ശബ്ദം കേട്ടിടത്തേക്ക് ചെന്നതും കാണുന്ന കാഴ്ച ബോധമറ്റ് കിടക്കുന്ന ജിയെ ഉണർത്താൻ ശ്രമിക്കുന്ന ആര്യനെയും ആര്യന്റെ അടുത്ത് നിൽക്കുന്ന ആദത്തിനെയുമാണ്. അയ്യോ ജിയ, ജിയ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ പടവുകൾ ഇറങ്ങി താഴെ കൂടി വരുന്നു. ആലീസിന്റെ ശബ്ദം കേട്ടതും ട്രീസയും മറത്തൊന്നും ചിന്തിക്കാതെ അവൾക്കൊപ്പം പിന്നാലെ വന്നു. ജിയ ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ച കണ്ട് ട്രീസയുടെ കണ്ണുകൾ നിറഞ്ഞു. ആലീസ് ഓടിച്ചെന്ന് ജിയയുടെ അരികിലായി ഇരുന്നുകൊണ്ട് ജിയെ ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ ആദം ഇതൊന്നുമല്ല ശ്രദ്ധിച്ചിരുന്നത്. അവളുടെ കയ്യിലെ കെട്ട് കണ്ടുകൊണ്ട് ആദത്തിന്റെ ദൃഷ്ടി അതിൽ തന്നെ പതിഞ്ഞിരിക്കുകയായിരുന്നു. അവനൊന്നും മിണ്ടാതെ ആ കെട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. ജിയെ ഉണർത്താൻ പലരും പരാജയപ്പെട്ടതോടുകൂടി അവർ ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം ആദത്തിനരികിലായി വന്നു നിന്ന് പറഞ്ഞു, ഡോണ്ട് വറി മിസ്റ്റർ ആദം, സദേശം കൊടുത്തേണ്ട മയക്കത്തില്ല. ഉണരാൻ എന്തായാലും അരമണിക്കൂറിലേറെ എടുക്കും. അതുവരെ റെസ്റ്റ് എടുക്കട്ടെ. ആരും വിളിച്ചുണർത്താൻ ശ്രമിക്കണ്ട. പിന്നെ ഉണർന്നു കഴിയുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന മെഡിസിൻ ആ കുട്ടിക്ക് കൊടുക്കണം. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. ആദം പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഡോക്ടറെ എല്ലാവരും നോക്കി നിന്ന സമയത്ത് ആദം ജിയെ വാരി തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് മുകളിലത്തെ മുറി ലക്ഷ്യമാക്കി നടന്നു. ആദത്തിന്റെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ആരും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവണം എല്ലാവരും ഒരു ഭയത്തോടു കൂടി തന്നെ നോക്കി നിന്നു. എന്നാൽ ഇതേ സമയം തന്റെ കൈകളിൽ കിടക്കുന്ന ജിയെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം ആദം തന്റെ മുറിയിലെത്തി ബെഡിൽ അവളെ സുരക്ഷിതമായി തന്നെ കിടത്തി. ഭദ്രമായി അവൾ കിടന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ബെഡിൽ നിന്നും അകന്നു മാറി മുറിയുടെ വാതിൽ അടച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ താഴെ നിൽക്കുകയായിരുന്നു ആര്യനും ആലീസും ട്രീസയും ഒക്കെ. അയ്യോ ഇച്ചായ, ആദം സാർ എന്തിനാ വാതിൽ അടച്ചത്? ഇച്ചായ, ജിയ, എനിക്ക് പേടിയാവുന്നു. സാറിന്റെ മനസ്സിൽ എന്താ? ജിയോട് ഇനി ദേഷ്യമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ജിയ പോയപ്പോ മുതൽ സാറിന്റെ മനസ്സിൽ എന്താണെന്ന് പോലും എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളെ ഒന്ന് അന്വേഷിക്കാൻ പോലും ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാതിരുന്ന ആളാ ഇപ്പോ ജിയെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയത്. ആ പെണ്ണിനൊന്ന് ചെയ്യാതിരുന്നാ മതിയായിരുന്നു. ആര്യന്റെയും ആലീസിന്റെയും സംഭാഷണത്തിനിടയിലാണ് ആലീസിന്റെ കണ്ണുകൾ ട്രീസയുടെ അരികിലേക്ക് പോയത്. ഒരാശ്വാസത്തിന് എന്ന വിധം ട്രീസയുടെ അരികത്തേക്ക് ചെല്ലാൻ ശ്രമിക്കവെയാണ് ആലീസ് ആ സത്യം മനസ്സിലാക്കിയത്. ട്രീസ മറ്റെന്തോ ഒരു ചിന്തയിൽ തന്നെയാണ്. അത്ഭുത ലോകത്തെന്ന പോലെ നിൽക്കുന്ന ട്രീസയുടെ അടുത്തേക്ക് ആലീസ് ചെന്നുകൊണ്ട് ചോദിച്ചു, ട്രീസമ്മ, ഇതേത് ചിന്തയില്ല? ആദം സാറ് ജിയെ എടുത്തോണ്ട് പോയതൊന്നും ട്രീസമ്മ അറിഞ്ഞില്ലേ? ഇതെന്താലോചിച്ചോണ്ട് നിൽക്കുക? ഒരു ഞെട്ടലോടുകൂടി തന്നെ ട്രീസ സ്വബോധത്തിൽ നിന്നെന്ന പോലെ പറഞ്ഞു, ഏടി, എന്താ അവളുടെ കയ്യില്, അവളുടെ വലത്തെ കയ്യില് കെട്ടിവെച്ചിരിക്കുന്നത്? അവക്ക് വല്ല മുറിവ് സംഭവിച്ചോ? ഡോക്ടർ പറഞ്ഞു സദേശം കൊടുത്തതിന്റെ മയക്കത്തിലാണെന്ന്. ആരായിരിക്കും ജിയമോക്ക് സദേശം കൊടുത്തത്? ആലീസേ, എനിക്ക് ആലോചിച്ചിട്ടെന്തോ പേടിയാകുന്നു. ഇനി വല്ലവരും ജിയമോളെ വല്ലവരും? ട്രീസയുടെ വാക്കുകൾ കേൾക്കവെയാണ് ആലീസും അത് ചിന്തിച്ചത്. മുകളിലത്തെ പടവുകൾ ഇറങ്ങി വരുന്ന വഴി ട്രീസയ്ക്കൊപ്പം ആലീസും ആ കാഴ്ച കണ്ടിരുന്നു. ജിയുടെ കയ്യിലെ കെട്ട്. പക്ഷേ ജിയെ കണ്ട വെപ്രാളത്തിൽ ആ കെട്ടിനെ കുറിച്ച് അവൾ ചിന്തിച്ചതേ ഇല്ലായിരുന്നു. അത് ട്രീസമ്മ, എനിക്കറിയില്ല എന്തായിരിക്കും. പക്ഷേ ഇപ്പൊ ആദം സാർ എടുത്തോണ്ട് പോയല്ലോ ജിയെ. സാർ ഇനി എന്തുദ്ദേശിച്ച? വാതിലും അടച്ചു കുറ്റിയിട്ടു. ആലീസിന്റെ വാക്കുകൾ കേൾക്കവേ ഒരു ഞെട്ടലോടുകൂടി ട്രീസ ചോദിച്ചു, വാതിൽ അടച്ചു കുറ്റിയിട്ടെന്നോ?